ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് 2026 അങ്ങനെ അവാർഡ് ചടങ്ങുകളെല്ലാം പൂർത്തിയായി. അപ്പോൾ ഇന്നലെയായിരുന്നു ആ ഒരു ഈവന്റ് നടന്നത്. ഒരുപാട് കാറ്റഗറീസ് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന കുറച്ച് അവാർഡുകൾ ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ഫീമെയിൽ എന്ന കാറ്റഗറിയിൽ അനില ശ്രീകുമാറും മേഘന വിൻസെന്റുമാണ് അവാർഡുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ബെസ്റ്റ് സ്റ്റാർ പെയർ വിന്നേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് 2 ടീമാണ്. ഒന്ന് നിഖില രാജേഷ് ആൻഡ് രാഹുൽ സുരേഷ് മഴ തോരും മുമ്പേ, 2 റെബേക്ക സന്തോഷും അരുൺ നായരും ചെമ്പനീർ പൂവ്. പോപ്പുലർ ഡയറക്ടറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ബിനു വെള്ളത്തൂവലാണ്, സീരിയൽ മഴ തോരും മുൻപേ. അതുപോലെ ബെസ്റ്റ് സീരിയലും പോപ്പുലർ സീരിയലും ഒക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മഴ തോരും മുമ്പെയാണ്. മോസ്റ്റ് പോപ്പുലർ പെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സുരഭി സന്തോഷ് ആൻഡ് ശ്രീകാന്ത് ശശികുമാർ, സീരിയൽ പവിത്രം. പോപ്പുലർ ആക്ട്രസ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുരഭി സന്തോഷാണ്. ബെസ്റ്റ് ആക്ടർ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കിഷോർ പീതാംബരനാണ്, സീരിയൽ മഴ തോരും മുൻപേ. പോപ്പുലർ ക്യാരക്ടർ ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബൈജു ആണ്, സീരിയൽ പവിത്രം. പോപ്പുലർ ക്യാരക്ടർ ആക്ട്രസ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈഷ്ണവി സായ് കുമാർ, സീരിയൽ മഴ തോരും മുൻപേ. സ്പെഷ്യൽ ജൂറി അവാർഡ് ബെസ്റ്റ് ആക്ടർ എന്ന കാറ്റഗറിയിൽ ശ്രീകാന്ത് ശശികുമാറാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബെസ്റ്റ് ന്യൂ ഫേസ് മെയിലായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൗശിക്കാണ്, അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലിൽ. ബെസ്റ്റ് ആക്ട്രസ് ന്യൂ ഫേസ് ഫീമെയിൽ എന്ന കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ടെസ മറിയയാണ്, സീരിയൽ കാറ്റത്തെ കിളിക്കൂട്. സ്പെഷ്യൽ ജൂറി ബെസ്റ്റ് ആക്ട്രസ് എന്ന കാറ്റഗറിയിൽ ലക്ഷ്മി കീർത്തനയ്ക്കാണ് ലഭിച്ചത്. സെക്കൻഡ് ബെസ്റ്റ് സീരിയലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചെമ്പനീർ പൂവാണ്. ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ മെയിൽ ഫാസിൽ റിഹാൻ, സീരിയൽ സ്നേഹക്കൂട്ട്. ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ ഫീമെയിൽ അഞ്ജലി ഹരി, സീരിയൽ ചെമ്പനീർ പൂവ്. മോസ്റ്റ് പോപ്പുലർ ആക്ടറായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീകാന്ത് ശശികുമാറാണ്. ലോങ്ങസ്റ്റ് റണ്ണിംഗ് സീരിയലായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൗനരാഗമാണ്. ഇത് മാത്രമല്ല, ഇത് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിന്നേഴ്സ് മാത്രമാണ്. അതല്ലാതെ ഒരുപാട് കാറ്റഗറീസിന് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതെന്തായാലും ഒഫീഷ്യലായിട്ട് ഏഷ്യാനെറ്റിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഉടൻ ഉണ്ടാകും.